സോറി ഗൈസ്, ഇൻട്രോ ചെയ്യാനുള്ള ഫയർ ഒന്നും ഇപ്പൊ നിലവിലില്ല. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് കാര്യത്തിലോട്ട് കിടക്കാം. ഇപ്പൊ നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഉടമസ്ഥാവകാശത്തിന്റെ അവസാന ഘട്ടത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത്. കഴിഞ്ഞാലായിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ സൈനിങ്ങും കാര്യമൊക്കെ ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്കിപ്പോ കിട്ടുന്ന വിവരം. സോ ഇപ്പൊ നിലവിൽ ബ്ലാസ്റ്റേഴ്സ് അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട്. കുറെ ആളുകൾ ബ്ലാസ്റ്റേഴ്സിന്റെ വീഡിയോസ് ചെയ്യാന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. അതായത് നിലവിൽ ട്രാൻസ്ഫർ മാർക്കറ്റിലെ ബ്ലാസ്റ്റേഴ്സിന്റെ സൈനിങ്ങും കാര്യമൊക്കെ ബ്ലാസ്റ്റേഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. അതായത് താരങ്ങളുടെ അവൈലബിലിറ്റി എല്ലാം നോക്കിയിട്ട് മികച്ച താരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് ടീമിൽ എത്തിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ നിലവിൽ ഇന്ത്യൻ ട്രാൻസ്ഫർ മാർക്കറ്റിൽ താരങ്ങളെ അവൈലബിലിറ്റി വളരെ കുറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിദേശ സൈനിങ് തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടാകും. നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ സ്ക്വാഡിൽ വിദേശ താരങ്ങളായിട്ട് ഇപ്പൊ കരാർ അവസാനിക്കാതെ നിൽക്കുന്നത് ലൂണ മാത്രമേ ഉള്ളൂ. ലൂണ ബ്ലാസ്റ്റേഴ്സിൽ തുടരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സോ എന്നാൽ പോലും ഇപ്പൊ നിലവിൽ ബ്ലാസ്റ്റേഴ്സിന് ഇന്ത്യൻ താരങ്ങളുടെയും അവൈലബിലിറ്റി വേണം എന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായും ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ സൈനിങ്ങും നടത്തേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ആ ഒരു വിവരം വെച്ചിട്ട് ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ സൈനിങ് വൈകാതെ തന്നെ നടത്തുമെന്നുള്ളതാണ്. ഇതിന് പുറമെ ബ്ലാസ്റ്റേഴ്സിൽ നിന്നുള്ള ഇനി താരങ്ങൾ ആരെങ്കിലും പടിയിറങ്ങുമോ എന്നുള്ള കാര്യം നമ്മൾ ഉൾക്കൊള്ളേണ്ട കാര്യമാണ്. ഇപ്പൊ നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാമ്പിൽ ഇന്ത്യൻ താരങ്ങളുണ്ട്. നവോച്ച സിംഗ്, എബിൻ ദാസ്, കോറോ സിംഗ്, വിപിൻ മോഹൻ തുടങ്ങിയ താരങ്ങളൊക്കെ ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാമ്പിൽ അവൈലബിൾ ആണ്. പിന്നെ കഴിഞ്ഞ സീസണിൽ പരിശീലകനായി എത്തിയ ആഷ്ലി വെസ്റ്റ്വുഡ് ഒരു പക്ഷെ ബ്ലാസ്റ്റേഴ്സിൽ തുടർന്നേക്കാം. സോ പുള്ളിക്കാരന്റെ കരാറുമായിട്ട് അവസാന ഘട്ടത്തിലാണ് അവർ എത്തിയിട്ടുള്ളത്. ഒരു പക്ഷെ തീർച്ചയായിട്ടും ആഷ്ലി വെസ്റ്റ്വുഡ് ബ്ലാസ്റ്റേഴ്സിൽ തുടർന്നേക്കാം. എന്തായാലും കാര്യമായിട്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ട്രാൻസ്ഫർ മാർക്കറ്റിൽ അപ്ഡേറ്റ് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. സോ ഉടനെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ സൈനിങ് നമുക്ക് പ്രതീക്ഷിക്കാം എന്നാണ് ഈ ഒരു അവസ്ഥയിൽ വെച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നത്. പക്ഷെ ഇനിയും ബ്ലാസ്റ്റേഴ്സ് ആണ് എന്തെങ്കിലും മാറ്റമൊക്കെ വരാം. നിലവിൽ ഇപ്പൊ കാര്യമായിട്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെല്ലാം അന്വേഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഉടനെ തന്നെ നമ്മൾ വിചാരിച്ച ആ ഒരു വാർത്ത വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ കുറെ ആളുകൾ പറഞ്ഞു എല്ലാ ദിവസവും വീഡിയോ ചെയ്യാന്നുള്ളത്. സോ എല്ലാ ദിവസവും നമ്മൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ കാണുന്ന നിങ്ങൾക്കും വീഡിയോ എടുക്കുന്ന എനിക്കും ബോറടിക്കുന്നതുകൊണ്ട് എല്ലാ ദിവസവും നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അപ്ഡേറ്റ്സ് ഒക്കെ വരാമെന്നുണ്ടെങ്കിൽ ഞാൻ അറിയിക്കാൻ നോക്കാം. സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒപ്പീനിയൊക്കെ താഴെ ഷുവറായിട്ട് കമന്റ് ചെയ്യുക. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും ഗുഡ് ബൈ.